ഹായ്, വെൽക്കം ബാക്ക് ടു ക്രഞ്ചി വേൾഡ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ന്യൂഡിൽസ് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എഗ് സ്ട്രിപ്സ് വെച്ചിട്ടൊരു വെറൈറ്റി ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ? അപ്പം നമ്മുടെ ഈ കിഡിൽ എഗ് സ്ട്രിപ്സ് ചിക്കൻ ന്യൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു 100 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ സ്ട്രിപ്സ് ആക്കി കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യം തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്കൊരു 2 എഗ്ഗ് എടുത്തിട്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ എഗ്ഗ് ഒന്ന് ബീറ്റ് ആയതിനു ശേഷം നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. അതിനൊരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമ്മുടെ ബീറ്റൻ എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മറിച്ചും തിരിച്ചുവിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കുന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ ഓംലെറ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ന്യൂഡിൽസിന് വേണ്ടിയിട്ടുള്ള എഗ് സ്ട്രിപ്സ് റെഡിയായി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഓംലെറ്റ് റെഡിയാക്കിയ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ ചിക്കൻ സ്ട്രിപ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂഡിൽസ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഒരു വെല്ലുള്ളി അരിഞ്ഞത് പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനത് ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലാസിൻ്റെ ഒക്കെ പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ കെച്ചപ്പിന് പകരം ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ എഗ് സ്ട്രിപ്സ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ സ്ട്രിപ്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണോ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ എഗ് സ്ട്രിപ്സ് ചിക്കൻ നൂഡിൽസ് സെറ്റ് ആയിട്ടുണ്ട്. എഗ്ഗൊക്കെ കഴിക്കാൻ മടിയില്ല കുട്ടികൾക്ക് ഇതുപോലെ നൂഡിൽസ് ആക്കി കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതുമാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് സജഷൻസ് ഒക്കെ എന്നെ അറിയിക്കുക.
പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.